അതൊക്കെയാണ് അമ്മയെ കാണിക്കണേ, നോക്കട്ടെ. ഇതുവരെ കിട്ടിയില്ലേ അമ്മ മുള്ളു? ഇതെങ്ങനെയാ അത്? ഈ ആരൊക്കെ എടുക്കേണ്ട കാര്യമുണ്ട് അമ്മയ്ക്ക്? അതിനകത്തൊന്നും ഒന്നും ഇല്ല അമ്മേ, ഒന്നും കാണാനില്ല. കേറി കൊണ്ടതിന്റെ വേദനയായിരിക്കും അല്ലേ? ഇവിടെ മുള്ളു അമ്മ, ഇവിടെ കുത്തണം. വയസ്സായി കേട്ടോ, കണ്ണാടി മേടിച്ച് വെക്കണം. എന്നാ അത് കണ്ടെങ്കി പറയാലോ. അതല്ലേ അവള് പറഞ്ഞത്. ആ അതെ അമ്മ, ഇവിടെ ആയിരുന്നു അമ്മ. അപ്പൊ അമ്മയ്ക്ക് അറിയാൻ പാടില്ല അമ്മയുടെ കൈ ഇവിടെയാണോ അവിടെയാണോ? അവിടെ മൊത്തം ഒരു വേദന. എടുത്തോടുത്തേടി മുത്തേ. എന്റെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. അത് കൈ കൊണ്ടെങ്കിൽ വലിച്ചെടുത്തതല്ലേ? പതുക്കെ ചെയ്. വന്നോ? പോയി തോന്നുന്നു. ചെറുതായിരുന്നു അതിന് വീണ്ടും കുത്തിക്കേ. സുമതിയുടെ മോൻ ശരത്തല്ലേടി അത്? അത് തന്നെ. ഇതാരാ ഇത്? വാ. അമ്മ പറയുമായിരുന്നു ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. നല്ല തിരക്കായിരുന്നു. പിന്നെ സുഖാണോ? സുഖം. എന്നാ വാ, കേറിയിരിക്ക. അയ്യോ വേണ്ട, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്, ഒരുപാട് സാധനങ്ങൾ കൊടുക്കാനും ഉണ്ട്. വന്ന ഉടനെ പോണത് അത് അങ്ങനെ തന്നെ. പിന്നെ എന്റെ അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അമ്മയ്ക്ക് ഒന്നും കൊണ്ടു കൊടുത്തില്ലെങ്കിലും അമ്മയുടെ കൂട്ടുകാരിക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കണമെന്ന്. ഇത് അമ്മയ്ക്കുള്ള സമ്മാനം. എന്തോന്നടാ? തുറന്നു നോക്ക്. നോക്കടി എന്താണെന്ന്. അമ്മയ്ക്ക് എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം ഫോണിനെ കുറിച്ച്. എല്ലാ ആപ്ലിക്കേഷനും ഇതിനകത്തുണ്ട്. മുട്ടായി, അമ്മയ്ക്ക് ഇതൊന്നും ആവശ്യമില്ലാത്തതാ. ഫോണൊന്നും ചെയ്യാൻ അമ്മയ്ക്ക്. അവൾ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു അന്ന് കണ്ടപ്പോ, നിന്റെ പഴയ ഫോൺ കളയണം, ഞാൻ നിനക്കൊരു പുതിയ ഫോൺ. അതിനല്ലേ ഞാൻ കൊണ്ടുവന്നത്. അതാ എനിക്ക് ഓർമ്മ വന്നടാ. എനിക്ക് പല സ്ഥലങ്ങളിലും പോകാണ്ട് ഞാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഞാൻ കണ്ടതിൽ സന്തോഷം. കണ്ടതിൽ സന്തോഷം, തന്നതിൽ സന്തോഷം. അല്ല ഒരു വിശേഷവും പറയാണ് നീ പോയിരിക്കും. ഞാൻ ഫോൺ വിളിക്കുമല്ലോ. അല്ല, ഫോണിനകം നീ നിന്റെ അമ്മയും കൊണ്ട് വരണം. അമ്മയുടെ ഇഷ്ടം പോലെ ഞാൻ എന്റെ അമ്മയും കൊണ്ട് ഇവിടെ വന്നിരിക്കും. വരുമല്ലോ, തീർച്ചയായിട്ടും വരണം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സാവകാശം ഇവിടെ നിന്ന് പോകാവൂ. ഓക്കെ, പോയിട്ട് വേണം. ധൃതി ഇല്ലെങ്കിൽ അവൻ നിന്നേനെ. നല്ല ഫോണുമാ, 5G നോക്ക്. നല്ല ഫോണാണ്, നല്ല ഫോണാണ്. ഇനി തറയിലിട്ട് പൊട്ടിക്കേണ്ട നിങ്ങള്. അല്ല, അമ്മൂമ്മക്ക് ഫോണ് ആവശ്യമില്ലല്ലേ? അത് എന്റെ കയ്യിലോട്ട് കിട്ടിയതല്ലേ ഉള്ളു, ഞാനൊന്ന് നോക്കട്ടെ. മുട്ടായി നടി. എനിക്ക് കുറച്ച് മതി, പൊട്ടിച്ച് കുറച്ചെടുത്തിട്ട്. അല്ല, മക്കളെടുത്തോ? വേണ്ട, ഇവിടെ വെച്ചാലോ, ഞാൻ ഇവിടെ ഒന്ന് കഴിക്കാം. അയ്യോ എന്റെ ദൈവം, ഞാൻ മുട്ടായി വേണമെങ്കിൽ എടുത്തുണ്ടോ? ഞാൻ ഒരു പണിയും കഴിയാതെ പോന്ന അമ്മയുടെ മുള്ളു കൊണ്ടെന്നും പറഞ്ഞു. അല്ലെ ഞാൻ പിന്നെ വരാം. എന്നാലും ഒരു ഭയങ്കര അതിശയായി പോയി. അന്ന് അവളങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. ഓർമ്മിച്ച് കൊടുത്ത് അയച്ചവള എനിക്കെന്നെ. അമ്മ. ആവണേ ഉള്ളൂ. ദോശ കഴിച്ചാൽ മതി. നിനക്ക് ഈ പുട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കണത്. അമ്മയുടെ ഗോതമ്പ് പുട്ടു ഇത്ര നാളെ കഴിച്ചിട്ട്. ഈ ഹോസ്റ്റലിൽ നിന്നപ്പോഴേ നമ്മുടെ ഫോണ് പൊട്ടായിരുന്നല്ലേ? ആയിരുന്നല്ലേ? പിന്നെ അമ്മയെ വിളിച്ചാലും മൊത്തവും പോകാം. എനിക്കാണെങ്കിൽ അമ്മ എപ്പ വിളിച്ചാലും നിന്റെ മുഖം കാണാൻ പറ്റൂല. എനിക്ക് കാണാൻ പറ്റും. ആ ഡിസ്പ്ലേയും പൊട്ടി. അമ്മ ഒന്ന് മര്യാദക്ക് ഇതൊരുമാതിരി സ്വപ്നത്തിൽ കാണുന്ന പോലെ. അതിപ്പോഴും വർക്കൊന്നാണല്ലോ, അതിന് ഓഫ് ആവും മിക്കവാറും. ഇന്നും നാളെ മറ്റന്നാളോ. നമുക്ക് ഓണത്തിന് നല്ല ഇത് വരും, അന്നേരം നമുക്കൊരു ഫോൺ മേടിക്കാം. അല്ല, ഡാഡി ഇപ്പൊ മേടിച്ചില്ലാന്ന് പറഞ്ഞില്ലേ? മേടിച്ചു തരും. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എന്തെന്നോ, പാവൻ ഡാഡിയുടെ കയ്യില് പൈസയൊന്നും ഇല്ലല്ലോ. അതാ. അപ്പൊ എന്തായാലും അത് നടക്കൂല. സാരമില്ല, ഒരു ഈ കൊല്ലം മേടിച്ചു തരാം മോന്. അല്ലെങ്കിൽ മക്കളൊരു കാര്യം ചെയ്തോ, അമ്മയുടെ ഫോൺ എടുത്തോ. അത് നല്ല ഫോണാ. ഏത്? അമ്മയുടെ ഫോൺ എവിടെ ഇരിപ്പില്ലേ? അത് അമ്മയ്ക്ക് വേണ്ടേ പിന്നെ? എനിക്കിപ്പോ അത്ര നല്ല ഫോണിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു സാധാരണ ഒരു ഫോൺ മേടിച്ചോളാം. അല്ല, അതിന് ക്ലാരിറ്റി ഇല്ല. എന്ത്? അതിന്റെ ക്യാമറ ക്ലാരിറ്റി ഇല്ല. എന്റെ പൊന്നുമുത്ത അങ്ങനെ പറയല്ലേ. ഞങ്ങളുടെ കുടുംബശ്രീയിലൊക്കെ എല്ലാവരും എന്റെ ഫോണിലെ ഫോട്ടോ. അത് മൊത്തം വെള്ളയായിട്ടിരിക്കും, പുകഞ്ഞ് വെള്ളയായിട്ടിരിക്കും, സിനിമയിലെടുത്ത പോലെ ഇരിക്കും. എനിക്കിപ്പോ എങ്ങനത്തെ ഫോണൊന്നും ഞാൻ ഇപ്പൊ നോക്കുന്നേ. അമ്മൂമ്മക്ക് ഇപ്പൊ ഒരു ഫോൺ കിട്ടിയില്ലേ?
നല്ല ഫോണും അത് 5G ഫോണാ. ഫോണൊക്കെ ഭയങ്കര പൈസയാകുമ്പോ അത്രയും പൈസ ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടോ? നമുക്ക് മേടിക്കാനല്ല, അമ്മൂമ്മ കീപാഡ് അല്ലേ അമ്മൂമ്മക്ക് ഇഷ്ടം. അമ്മൂമ്മക്ക് ഈ ഫോൺ ഇഷ്ടം, അമ്മൂമ്മ ഉപയോഗിക്കോ? അപ്പൊ അമ്മൂമ്മ ഇപ്പൊ ആർക്കെങ്കിലും കൊടുക്കണമല്ലോ. നീ കൈയെടുത്തേ. അല്ല, നിനക്ക് എന്താ മുത്തേ? നിനക്ക് അമ്മയ്ക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തത്, അത് അപ്പൊ അവക്ക് വേണം. നീ മാത്രമാണ് അമ്മമ്മയ്ക്ക് കൊച്ചുമോളായിട്ടുള്ളൂ. അവിടെ വേറെ 2 പെൺപിള്ളേരുണ്ട്. എനിക്ക് ഈ 10, 19, 20 വയസ്സായി, എനിക്ക് ഫോണില്ല. ഞാൻ നീ എന്റെ ഫോൺ എടുത്തോളാൻ പറഞ്ഞില്ലേ? അത്യാവശ്യം ഇപ്പൊ വിളിച്ചാ പോരെ? അമ്മ അതുകൊണ്ടല്ലേ ഇപ്പൊ നല്ലൊരു ഫോൺ, കിട്ടില്ല ഫോൺ, ഇങ്ങനെ ആക്കി ഇങ്ങനെ അങ്ങ് പോവും. അല്ല, ഞാൻ പറയുന്ന കേക്ക്. അപ്പൊ അമ്മൂമ്മ എന്തായാലും അത് ഉപയോഗിക്കോ? ഇല്ല, അമ്മൂമ്മ ടിവിയെ കാണത്തുള്ളൂ, അത് സീരിയലും. അപ്പൊ അമ്മൂമ്മയ്ക്ക് അത് ഉപയോഗമില്ല. പിന്നെ ആ വീട്ടിൽ ആരുമില്ല. അപ്പൊ അമ്മൂമ്മ എനിക്ക് തരുമായിരിക്കും സ്വാഭാവികമായിട്ടും, അല്ലേ? എന്നാ നീ പോയി ചോദിക്കും. ഞാൻ ചോദിക്കൂല, ഞാൻ ചോദിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമം. അത് അമ്മയ്ക്ക് അറിയാമല്ലോ. അപ്പൊ അമ്മ നൈസായിട്ട് പോയിട്ട് ഇങ്ങനെ പറയണം, അമ്മ നല്ല ഫോണല്ലേ, അമ്മയ്ക്ക് ഈ ഫോൺ വേണ്ടല്ലോ, അമ്മ ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ മുത്തിനാണേ ഫോണില്ല. അപ്പൊ അമ്മൂമ്മ ഇങ്ങോട്ട് പറയും, ആണോ എന്നാ മുത്തിന് ഞാൻ കൊടുക്കാന്ന് പറയും. നീ പോയി ചോദിച്ചാ പിന്നെയും കിട്ടും. ഞാൻ ചോദിച്ചാൽ അമ്മ ഒട്ടും തരില്ല. നിനക്ക് വേണമെങ്കിൽ നീ പോയി ചോദിക്കേ. എനിക്ക് ആരുടെ നിന്റെ ഡാഡിയുടെ നിനക്കും വേണ്ടി വർത്താനം പറഞ്ഞാൽ ഞാൻ നിർത്തി. എനിക്കുണ്ട്, അല്ലെങ്കിലും അമ്മ ഒന്നും പറയാറില്ല. ഇല്ലടി, നീ ഇങ്ങനെ വന്ന് ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് ഇവിടെ വന്ന് നിൽക്കണതാ നീ. അമ്മ ഞാൻ ചോദിച്ചിട്ട് അഥവാ അമ്മൂമ്മ തന്നില്ലെങ്കിൽ എനിക്കത് ഭയങ്കര വിഷമാവും. എന്തിനാ വിഷമാവണേ? എനിക്ക് വിഷമാവും. വിഷമിക്കേണ്ട കാര്യമില്ല, അത് ആഗ്രഹിക്കാതെ അങ്ങ് പോയി ചോദിച്ചാ മതി. ഓ, അമ്മയ്ക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല, എന്നാ ചോദിക്കണ്ട, ഞാൻ വേറെ ആരെങ്കിലും വിട്ട് ചോദിപ്പിച്ചോളാം. ഇപ്പൊ ഫോണിന്റെ ഒരാവശ്യമില്ല നിനക്ക്. ഈ പ്രായത്തിൽ എനിക്ക് മാത്രമേ കാണുള്ളൂ ഇവിടെ ഫോൺ ഇല്ലാത്ത. നീ നാട്ടിലുള്ള ആൾക്കാരുടെ മുഴുവൻ കാര്യം നോക്കിക്കൊണ്ട് എനിക്കറിയാം, എന്റെ ഫ്രണ്ട്സിന് നീ പറയുമല്ലോ നാട്ടുകാരുടെ കാര്യം നോക്കണെന്തിനാ എന്റെ കാര്യം മാത്രം നോക്കിയാ പോരെന്ന്. ചെയ്തോ, ഞാൻ വേറെ എന്തെങ്കിലും ചെയ്ത് മേടിപ്പിച്ചോളാം. ഇപ്പൊ അതിന് ഒരു ആവശ്യമില്ല. ഇപ്പൊ കയ്യിലിരിക്കുന്ന ഫോണ് എവിടെയെങ്കിലും കോളേജിലൊക്കെ പോകുമ്പോ വേറെ മേടിച്ചു തരാം. ഇതിപ്പോൾ ഒരുത്തനെ വിളിച്ചത് ചെയ്യണമെങ്കിൽ അവൻ്റെ ജാടയും കാണണം, 500 അവന് കൊടുക്കണം. റൊണാൾഡിന് ഫ്രെയിമിൻ്റെ വർക്ക് അറിയാമെന്ന് പലർക്കും അറിയാം. ഹലോ ഹലോ, എന്ത് ചെയ്യുവാ? ഇവിടെ ഞാൻ അവിടെ സമോസ ഉണ്ടാക്കി. കോമഡി അല്ല, വർക്ക്ഷോപ്പിന്റെ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ചോരുന്നു. അപ്പൊ ഒരു കുറെ ഫ്ലെക്സ് ഇവിടെ വെച്ച് ഒട്ടിച്ചിട്ടേ ഒരു ഫ്രെയിം പോലെ കൊണ്ടുവച്ച് അവിടെ വെക്കാൻ. അപ്പൊ വേസ്റ്റ് വെള്ളം അങ്ങ് അപ്പുറത്ത് ബാർബർ ഷോപ്പിന്റെ സൈഡിലോട്ട് വീണോളൂ. ഒരു ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പ്? അത് വൈകിട്ട് ഇന്റർനെറ്റ് കഫേലോ ഇവിടെ കണ്ട് പോകാൻ വരാന്ന് ഞാൻ പറഞ്ഞല്ലോ. അതല്ല, വേറൊരു ഹെൽപ്പ്. മേലെ കടയിൽ നിന്ന് ഷാർജ ജ്യൂസ് കുടിക്കണമെന്ന് പറയാല്ലേ? ഞാൻ കുടിക്കും. അതെപ്പോഴും കുടിക്കണല്ലേ. വേറെ എന്ത് ഹെൽപ്പ് ചെയ്യോ? കാര്യം പറഞ്ഞാലല്ലേ അത് കേൾക്കാൻ പറ്റത്തുള്ളൂ. അമ്മൂമ്മയുടെ ഫ്രണ്ടിന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നു. അപ്പൊ അമ്മൂമ്മക്ക് പുതിയ ഫോൺ മേടിച്ചു കൊടുത്തു. അമ്മൂമ്മയുടെ ഫ്രണ്ടിന്റെ മോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഇവിടെ വന്നോ? എന്നിട്ട് അമ്മൂമ്മക്ക് പുതിയ ഫോൺ ഗിഫ്റ്റ് കൊടുത്ത്. എപ്പോ കൊടുത്ത്? വന്നു കൊടുത്തു. 5G ഫോൺ, കിടില ഫോൺ, സൂപ്പർ ഫോൺ. എന്റെ കർത്താവിന്റെ ഓരോ പരീക്ഷണങ്ങളെ. 2 ദിവസം കൂടെ എന്റെ ഫോണാണ് ഭയങ്കര 2 ദിവസം മുമ്പ് ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ ഞാനൊരു പുതിയ ഫോൺ വെച്ച് ഇങ്ങനെ കളിക്കുന്ന കാര്യം. എങ്ങനെയല്ലേ അമ്മ ചാക്കിട്ട് ഞാൻ സ്വന്തമാക്കും. ഞാൻ എടുക്കാൻ പോവാണത്. വിലക്കാ? അല്ല, എനിക്ക് ഫോൺ ഇല്ലല്ലോ. മുത്തന്റെ ഫോൺ അവിടെ? എന്റെ പണ്ട് രാമുന്റെ അകത്തെ ഫോൺ, അതിപ്പോ ഇന്നോ നാളെ ചാവോന്ന് പറഞ്ഞിരിക്കുന്നു. ക്ലാരിറ്റി ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഡാഡി പറഞ്ഞു ഇത് കഴിഞ്ഞിട്ട് വരുമ്പോ എനിക്കൊരു ഫോൺ മേടിച്ചിടാന്ന്. പക്ഷെ ഡാഡി പാവം, ഡാഡിയുടെ പൈസ ഒന്നും ഇല്ല. ഡാഡി എന്തായാലും ഇപ്പോഴൊന്നും മേടിക്കാൻ പോണില്ല. അപ്പൊ അമ്മൂമ്മക്ക് ഈ ഫോൺ ഇഷ്ടമല്ല. അമ്മൂമ്മയുടെ ഫോൺ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ? അല്ല, ഇഷ്ടമല്ലായിരിക്കും. അമ്മൂമ്മക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലല്ലോ. ആയിരിക്കും. അപ്പൊ അമ്മൂമ്മ അത് ആർക്കെങ്കിലും കൊടുക്കോ? അപ്പൊ ചിലപ്പോ ആയിരിക്കും. അമ്മൂമ്മയുടെ കയ്യിരിക്കുന്ന പഴയ ഫോണ് മക്കൾക്ക് അതിൽ നല്ലത് മോടെ കയ്യിരിക്കുന്ന ഫോൺ തന്നെയല്ലേ? പഴയതല്ല, പുതിയത്. പുതിയോട് അമ്മൂമ്മ മോക്ക് തരാന്ന് പറഞ്ഞു. അപ്പൊ ചെലവുണ്ട്? പറഞ്ഞില്ല. പിന്നെ പറയാലോ. അപ്പൊ പറയാൻ നോക്കിട്ടോ, അപ്പോഴും ചെലവുണ്ട്. പറയിപ്പിക്കണം. ആര് പറയിപ്പിക്കണം? അങ്ങനെയല്ല, ഇത് കുറച്ച് ആദ്യമേ മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ എന്തായാലും പറ. ഞാൻ മലയാളത്തിലല്ലേ പറയണത്. എന്താന്ന് എനിക്ക് കിട്ടുന്നില്ല. കേക്ക്. ഇപ്പൊ റൊണാൾഡ് അങ്കിള് പോയി
അമ്മ എടുത്ത് പോയി ഫോണൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണം. അപ്പൊ അമ്മൂമ്മയ്ക്ക് ഇത് ആവശ്യമില്ല, അമ്മൂമ്മയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പൊ റൊണാൾഡോ അങ്കിൾ ചോദിക്കണം, അപ്പൊ പിന്നെ ഈ ഫോൺ എന്ത് ചെയ്യും? മുത്തിന് ഫോൺ ഇല്ലെന്ന് പറഞ്ഞപ്പോ അവൾക്ക് കൊടുക്കുമായിരിക്കും അല്ലേ എന്ന് പറയുമ്പോ തന്നെ അമ്മ പറയും മുത്തിന് കൊടുക്കായിരുന്നു അല്ലേ എന്ന് പറയുമായിരിക്കും. അമ്മൂമ്മയ്ക്ക് ഫോണിന്റെ ആവശ്യമില്ലാതെ മുത്തിന് തരുമെന്ന് മുത്തിന് ഉറപ്പുണ്ട്. പിന്നെ ഞാൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ? പോയി അമ്മൂമ്മയുടെ ആ ഫോണങ്ങ് മേടിച്ചാ പോരെ? എനിക്ക് ഉറപ്പില്ല, തന്നാലോ? തരുമല്ലോ. അതിനല്ലേ വിടുന്നത്. ഇപ്പൊ ഞാൻ പോയി ചോദിച്ചിട്ട് അമ്മൂമ്മ തരൂല എന്ന് പറഞ്ഞാൽ എനിക്കത് വിഷമവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ വീട്ടിൽ ഏറ്റവും പറ്റിയ ഒരാളുണ്ട്. ആൾക്കാരെ സോപ്പിട്ട് സാധനങ്ങൾ കൈപ്പറ്റാൻ മക്കളുടെ ഡാഡി തന്നെ ഇന്ദ്രൻ. ഡാഡിയോ? പച്ചപ്പെടുത്ത് പറഞ്ഞാൽ മതി, മച്ചമ്മ പിടിച്ചു തരും. ഡാഡി ഒന്നും നടക്കൂല. ഇപ്പൊ ഒന്ന് പോയി വരൂ. അല്ല അമ്മയടുത്ത് പറ. അമ്മയടുത്ത് പറഞ്ഞപ്പോ അമ്മയ്ക്ക് പറ്റൂലെന്ന്. അമ്മ ചോദിച്ച അപ്പൊ തന്നെ കെട്ടിപ്പൂട്ടി വെക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. ഭയങ്കര മോടാ. അപ്പൊ ഞാൻ പോയി അമ്മയോട് ആ ഫോൺ മുത്തിനും കൊടുക്കുമെന്ന് ചോദിക്കണം. ഇൻഡയറക്റ്റ് ആയിട്ട്. അതായത് അമ്മും അത് തന്നെ ചോദിക്കണം. അപ്പം അത് തരുവാന്ന് മേടിച്ചോണ്ട് ഇനി വരണം. മേടിച്ചോണ്ട് വരണ്ട, അത് അറിഞ്ഞിട്ട് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ. ബിരിയാണി ഉറപ്പായിട്ട് മുത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിഷേധിക്കാൻ തോന്നുന്നുണ്ടോ? ഇപ്പൊ പോണോ? ഇപ്പോ പിന്നെ നാളെ. എന്റെ ഒരു കാര്യം മുട്ടോളൂ, നമുക്ക് ഒരുമിച്ച് ചോദിക്കാം. പിന്നെ എനിക്കൊക്കെ പോയാ പോരെ. അങ്ങനെ ഉണ്ടല്ലോ. ശരി. അതിന്റെ മാറിക്കഴിഞ്ഞാ ഫോണ് ഞാൻ എറിഞ്ഞു കൂട്ടി. ഇല്ല, ഞാൻ പൈസ തരാം. ഇതെങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ. ഇത് എവിടാ? പഠിക്കണം, ഓരോന്നായിട്ട് പഠിക്കണം. ഇനി ലോട്ടറി ഒക്കെ അടിച്ചെന്ന് പറഞ്ഞല്ല. ഞാൻ ലോട്ടറി അടിച്ചില്ലേ? ഞാൻ ലോട്ടറി എടുത്തില്ലല്ലേ. കിടക്കാച്ചി ഒരു ഫോൺ കിട്ടിയില്ലേ, അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞേ. നല്ല കിടക്കാച്ചി ഫോൺ. ഞാനെന്താ എല്ലാം ചേട്ടാ മുത്ത് കിട്ടിയ പോലെ നല്ല ഫോണാണല്ലോ. എല്ലാം കേട്ടോ. ഇത് 5G കൂടിയ പിന്നെ ഒരു 10-20,000 രൂപയെങ്കിലും ആവും. നല്ല ബോഡി. ഞാൻ എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്ന അറിയാമോ ഒരു നല്ല ഫോൺ വേണമെന്ന്. എന്താ കയ്യിരുന്ന ഫോൺ എന്തായിരുന്നു കുഴപ്പം? അല്ല, അതൊരു പഴയ ഗൾഫിലെ ഫോൺ എനിക്ക് ഇഷ്ടമായിരുന്നു. അത് ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ലായിരുന്നു. ഓ അത് ശരി. ഇതിപ്പോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത് ആര്? ആര് തന്നത്? എന്റെ കൂട്ടുകാരിയുടെ പോയി. ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവിടെ കളിയിൽ അവിടെ മുത്ത് വന്ന് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അല്ല, അതൊന്നും ഞാൻ മുട്ടായി കൊണ്ട് തന്നെ എനിക്ക് ഒന്നും കൊണ്ടുവന്നില്ല. അവന് അതൊക്കെയാണോ അവന് അത്യാവശ്യം. എടാ, ഇതിപ്പം ഓണാക്കി 12 സമയവും വന്ന്. ഇതിപ്പോ ഇനി ഇതിന്റെ ഇതൊക്കെ എങ്ങനെയെന്നൊന്നും എനിക്കൊന്നും ഒരു പിടി കിട്ടുന്നില്ല. അല്ല അതിപ്പോ പഠിപ്പിക്കാം. ഇതിന്റെ ഈ ക്യാമറയൊക്കെ എനിക്കൊന്ന് ക്യാമറ എല്ലാം റെഡിയാക്കി തരാം. അത് കുത്തിയിട്ട് ചാർജ് ചെയ്യണം. ചാർജ് ഒരു 4-5 മണിക്കൂർ ചാർജ് ആയാലേ പറ്റത്തുള്ളൂ. അത് ചാർജറില്ല ഇതിന്. അയ്യോടി മുത്തിയേ, ഇപ്പൊ പുതിയ ഫോണിനൊന്നും ചാർജർ തരത്തില്ല. ഫോണ് മാത്രമേ തരത്തുള്ളൂ. ചാർജർ വേണം, വേറെ പൈസ കൊടുത്ത് മേടിക്കണം. നമ്മള് വാങ്ങിക്കണം. ആനയെ മേടിക്കാം, ആന തോട്ടി മേടിക്കണമെന്ന് പറഞ്ഞ പോലെ. പണ്ട് മറ്റേ ഫോണിന് ചാർജർ ഉണ്ട്, അത് ഇത് ഒക്കത്തില്ലല്ലേ? അത് ഇത് പറ്റത്തില്ല. അതിന്റെ സുനാട്ടി ഇതിന്റെ സുനാട്ടി വേറെ. നല്ല ഫോണാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മയുടെ കയ്യിൽ നിന്ന് ഈ ഫോണ് താഴെ വീണ് പൊട്ടിയത് തമ്പരമാവും. അമ്മയ്ക്ക് ആ പഴയ ഫോൺ പോരെ? എത്ര നാളുകൊണ്ട് ഞാൻ ആഗ്രഹിക്കാന്ന് അറിയാമോ എനിക്കൊരു ഗൾഫിലെ ഫോൺ വേണോന്ന്. എന്റെ കയ്യിൽ ഈ പഴയ ഫോൺ ഇരിക്കുന്നുണ്ടപ്പോ എന്റെ കൂട്ടുകാരിക്ക് വിഷമം തോന്നി. അവന്റെ മോൻ വന്നപ്പോഴത്തേക്ക് അവന്റെ എന്റെ അവിടെ കൊടുത്തയച്ചതാണ്, അറിയാമോ? ഉപയോഗിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതങ്ങോട്ട് വലിച്ചെറിയാൻ തീരുമാനിച്ചു. എന്ത് സ്വഭാവമാണടാ ഇത് നിനക്ക്? ഇത് തന്നെ നിന്റെ സ്വഭാവം. ഞാൻ ഒരു കാര്യം ചെയ്യും, എന്റെ പഴയ ഫോൺ വേണമെന്ന് എനിക്ക് അറിയാം. എനിക്ക് ഇത്രയുള്ള ഫോണോ? അതെന്റെ ചെവിയുടെ പകുതിയേ ഉള്ളൂ. ഞാൻ ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോ ചെവിക്കകത്തൂടെ കയറി തലക്കകത്ത് കയറി പോകും. അതൊന്നും എനിക്ക് വേണ്ട. എന്നാ വേണ്ടെങ്കിൽ ഉണ്ട്. പിന്നെ ഞാൻ ചെറിയ മുട്ടായി കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ഞാൻ എടുക്കാം. അപ്പൊ ഇതാർക്കും കൊടുക്കുന്നില്ല. ഉപയോഗിക്കുക. എന്നാ ശരി, വൈകിട്ട് പോയി ചാർജർ മേടിക്കാം. മുത്തിനോട് എന്തോ പറയുന്നു. അല്ലടാ, നീ എന്തിനിപ്പ ഇങ്ങോട്ട് വന്നത്? ഞാൻ വേറെ ആവശ്യമായിട്ട് വന്നേ. അല്ലെ നടക്കത്തില്ല, വന്നിട്ട് കാര്യമില്ല. എന്റെ കഴുത്തിലിരുന്ന് റൊണാൾഡെങ്കിലും ഒരു കാര്യം ഏറ്റിട്ട് പോയാൽ നടക്കാതിരുന്ന ചരിത്രമുണ്ട്.
നടക്കത്തില്ല മോളെ, നടക്കുന്ന ലക്ഷണമില്ല. പിന്നെ ചിരിച്ചോണ്ട് വന്നേ? അത് വെറുതെ അത് പറഞ്ഞ് മോഹിപ്പിച്ചല്ലേ. ഞാൻ അവിടെ ചെന്നിരുന്ന കുറെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയതിൽ നിന്ന് മനസ്സിലായ ഒരു സത്യം എന്തെന്ന് പറഞ്ഞാൽ ആ ഫോൺ മിക്കവാറും അമ്മ തന്നെ ഉപയോഗിക്കാനാ സാധ്യത. മിക്കവാറും. ഓ അപ്പൊ ഇനി മാമൻ ചിന്തിച്ചെടുത്തതിന്റെ തെറ്റാണെങ്കിലോ? തെറ്റോ ശരിയൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ അത് അമ്മ ഉപയോഗിക്കാൻ സാധ്യത ഉണ്ട്, ഉണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യത്തിന് വിട്ടാ മര്യാദയ്ക്ക് ചെയ്യണം കേട്ടോ സുഹൃത്തെ. ഞാൻ അവിടെ ചെന്ന് നമ്മളൊരു കാര്യം കൊണ്ട് ചെന്ന് ഒരാളുടെ അടുത്തൊരു കാര്യം ചോദിക്കും, ഹലോ അങ്ങോട്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഇതാരും തന്നു, ഇത് നിങ്ങൾ പോയി അങ്ങനെ അതിൻ്റെ ഞങ്ങൾ കുടങ്ങളൊക്കെ ഇവനെയാണോ വിട്ടത്? എന്താ പറഞ്ഞു? അപ്പൊ കിട്ടും. ആ കിട്ടും. ഇനി ഒരു കാലത്തും ആ ഫോൺ നിനക്ക് ആരും തരാൻ പോകുന്നില്ല. ഞാൻ എന്റെ പണി നോക്കണം മാനായിട്ടിരുന്നാണ്. എന്റെ പൊന്നു മുത്തേ, ഇവനെയൊക്കെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യ സാധനത്തിന് വിടുവോ? അയ്യോ, അത് നടന്നില്ലല്ലോ. ഇതുവരെ ഒരു കാര്യവും ഞാൻ സാധിച്ചുകൊണ്ട് തന്നിട്ടില്ല. ഇല്ലേ, ഇതുവരെ ഒരു കാര്യം. അമ്മയ്ക്ക് പറ്റില്ലെന്ന് അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ നീ പോയി ചെന്ന് ചോദിക്കണം. ഞാൻ ചോദിക്കുന്ന പോലെയാണോ? അതാ ചോദിക്കുന്ന പോലെയാണ്. ഞാൻ ചോദിച്ച നിന്റെ അമ്മൂമ്മയല്ലേ നിനക്ക് പോയി ചോദിക്കണേ, എന്താ കുഴപ്പം? നീ എല്ലാവരും ഇങ്ങനെ അത് ഉന്തി അങ്ങോട്ട് വിടണ എന്ത് കാര്യത്തിനാ? ഇവിടെ എന്നോടാണെങ്കിൽ ഇപ്പൊ അവള് കണ്ണും മൂക്കും വായൊക്കെ എടുത്ത് വാ തുറന്നേനെ. അമ്മ പോലെയാണോ? എന്നെ പോലെയല്ലേ അമ്മൂമ്മ ഇല്ലെന്നും എല്ലാം പറഞ്ഞ് എനിക്ക് വിഷമമാണ്. എന്തിനാ വിഷമിക്കണത്? അപ്പൊ റൊണാൾഡോ അങ്കിളുടെ ഒരു നൈസായിട്ട് ചോദിച്ചത് തോന്നുന്നു, ആയിരിക്കും, മിക്കവാറും. ഇതൊക്കെ എങ്ങനെയാണ്? വിശന്ന ചോറ് പോലും കൊടുക്കൂലാരും. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ബിരിയാണി ഇല്ല, ബിരിയാണി ഇല്ല. കിട്ടത്തില്ലെന്ന് എനിക്ക് അറിയാമല്ലോ. അയ്യോ, ഒന്ന് മാറാവോ? നിനക്ക് ഇതിലൂടെ പോകാൻ പാടില്ല. ആഹാ, അതുപോലെ ഇച്ചിരി പണി ചെയ്തോണ്ടിരിക്കും, പണി ചെയ്യാൻ വയ്യത്തില്ല. ചെല്ല് അമ്മനോട് പോയി ചോദിച്ചിട്ടോ. ഞാൻ എന്നാ വേണ്ട ഫോൺ. അമ്മ ചോദിച്ചിട്ട് കിട്ടിയതോ? ഫോൺ വേണ്ടാന്ന് എങ്ങനെ ചോദിക്കാമോ? അമ്മ ആ ഫോൺ എനിക്ക് തരാൻ പറ. അങ്ങനെയൊക്കെ ഒരാൾ ചോദിക്കാൻ പറ്റും? എനിക്ക് തരൂല എന്ന് പറഞ്ഞാൽ? തരൂലെന്ന് പറഞ്ഞാൽ എന്നാ കുഴപ്പമില്ലാന്ന് പറഞ്ഞ പോകുന്നോളാം. നിനക്ക് എപ്പോഴെങ്കിലും ഫോൺ മേടിച്ചു തരാം. വേണമെങ്കിൽ ചരടി വേണേ പക്കൂസെ പാമുട്ടായി മുഖം വിട്ടോണ്ടിരിക്കുക. ചോദിച്ചു നോക്കല്ലേ? നിന്റെ ഇഷ്ടം പോലെ ചോദിച്ചിട്ട് വരാം. കേട്ടോ? കേട്ടു കേട്ടു. നോക്കി ഇരിപ്പ് എന്നെ. അയ്യോ, നമ്മൾ വിചാരിച്ചിരിക്കാതെ കിട്ടിയത് എത്ര നാളുകൊണ്ട് ആഗ്രഹിക്കുന്നതാ ഞാനിത്. ഇത് കിട്ടിയപ്പോ എനിക്ക് എന്തോ ഒരു സന്തോഷമായിപ്പോയെന്നറിയാമോ? കൊള്ളാല്ലേ മക്കളെ? പിന്നെ നല്ല ഫോണ്, കിട്ടില്ല ഫോൺ തന്നെ. എല്ലാം ഉണ്ട് മക്കളെ. എനിക്ക് ഇതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നീ ഒന്ന് പറഞ്ഞു തരണം കേട്ടാ. പിന്നെ മക്കളെ, ഇതിന്റെ ചാർജറിനെ ഞാൻ പിന്നെ റൊണാൾഡിന്റെ അടുത്ത് പറഞ്ഞപ്പോ റൊണാൾഡോ പറയുകയാണ് 2,500 രൂപയാവോന്നാവോ ചാർജറിനോ? ഒരു കമ്പനിക്ക് ഒരു 1000 ഒക്കെ ആവുമായിരിക്കും, അതിൽ കൂടുതലൊന്നും ആവൂല. അപ്പൊ എനിക്ക് ഇന്ന് വൈകുന്നേരത്ത് പോകണം ചാർജർ വാങ്ങിക്കാനായിട്ട്. റൊണാൾഡോകളുടെ കൊടുത്തുവിട്ടാ 1000 രൂപ കൊടുത്തുവിട്ടാ മതി. ഇന്ന് ചിലപ്പോ കിട്ടി, ഞാനും കൂടെ ഒന്ന് പോവും. ഓ അല്ല, ഇത് മാമന്റെ ഉണ്ട്. ഓ കനകന്റെ ഇതേപോലത്തെ ഫോണാണോ? ഓ ഇത് മേടിക്കൊന്നും വേണ്ട, അത് കുത്തിയാ മതി. അപ്പൊ പിന്നെ എനിക്ക് അത് അതിൽ വെക്കാല്ലോ ഇതും കൂടെ അല്ലേ? അതല്ലേ നല്ലത്. കേട്ടാ മക്കളെ, പാവം അങ്ങ് പിന്നെ കനകന്റെ ആ ഫോണ് അങ്ങ് നശിച്ചില്ല. അത് കുറെ നാളായില്ലേ വാങ്ങിച്ചിട്ട്. അത് പുതിയ ഫോൺ അല്ലായിരുന്ന? പുതിയ ഫോൺ തന്നെ. ആ പിള്ളേരെടുത്ത് വെച്ച് കളിച്ച് തറയിലിട്ട് പിടികൂടി അതിന്റെ നാവാരി കെട്ടിളക്കി വെച്ചിരിക്കുകയാണ്. അതാണെങ്കിൽ ലില്ലി ആണെങ്കിൽ എന്നും പറയും, ചേട്ടാ ഒരു പുതിയ ഫോൺ വാങ്ങിക്കും, ചേട്ടാ ഒരു പുതിയ ഫോൺ മേടിക്കോ? ഇനിയിപ്പോ പുതിയ ഫോൺ മേടിക്കോ? ഓ വാങ്ങിക്കാൻ അങ്ങനെ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവൻ അത് കേൾക്കുന്നില്ല. പൈസയുടെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവൻ പറയുന്നത് എനിക്കിത് മതി എന്നൊക്കെയാണ് പറയുന്നത്. എന്താ ചെയ്യാൻ? അപ്പൊ എനിക്കാണെങ്കിൽ അങ്ങ് ഞാൻ ഇങ്ങനെ കൊടുക്ക ഫോണ്. അല്ല, ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഞാൻ ആലോചിക്കുകയാണ്, ഇതങ്ങ് അവന് കൊടുത്താൽ എന്താണെന്ന്. അവനല്ലേ പുറത്തോട്ടൊക്കെ പോണത് കൊണ്ട് അപ്പൊ അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു, അവന് കൊടുത്താൽ എന്താണെന്ന്. കൊടുക്കാല്ലേ മക്കളെ? അവനല്ലേ മാമിന് ആവശ്യമുള്ളേ. അതെ അതെ. ഞാൻ പോട്ടെ. പോണോ മക്കള്? ചുമ്മാ ഓ ഞാൻ ചുമ്മാ ഫോൺ കാണാൻ വന്ന. ഓ ഞാൻ പറഞ്ഞിട്ട് നല്ല ഫോൺ. അപ്പൊ ഞാൻ ശരി ശരി അമ്മ. മുത്തേ മുത്തേ മുത്തേ. എന്നാ
മുത്തില്ലേ മക്കളെ അവിടെ? ഇല്ല, അവള് റൊണാൾഡിന്റെ കൂടെ എന്തോ പരീക്ഷയുടെ എന്തോ സാധനം വരയ്ക്കാൻ എന്തിനാ വേണ്ടി അങ്ങോട്ട് പോയി. അത് ശരി. അല്ല, എനിക്ക് അവളെ ഒന്ന് കാണണം. നീ ഉറങ്ങുമായിരുന്നാ? ഓ, ഉറക്കം വന്നിട്ട് വല്ലതും കിടക്കാന്ന് പറഞ്ഞ. എന്താ അമ്മേ? അല്ല, എനിക്കൊന്ന് കാണാൻ. കാണാനാ? മുത്തിനെ കണ്ടിട്ടില്ലേ? അതാ വരുന്നു മുത്ത്. ആ മക്കളെ വാ വാ. പോയ കാര്യമൊക്കെ ശരിയാക്കി കൊടുത്താടാ. പിന്നെ ഞാനല്ലേ കൊണ്ടുപോയി, ശരിയാക്കി കൊടുക്കത്തില്ലേ? മക്കൾ ഇവിടെ നിൽക്കേ. അമ്മൂമ്മ ഇപ്പൊ വരാ. ഇപ്പൊ വരാം. അങ്ങോട്ട് പോവുമല്ലേ? ഞാൻ ഇപ്പൊ വരാം. വിശക്കണ്ടെങ്കിൽ വാടക. അമ്മ എന്താ അമ്മൂമ്മ എന്ത് പോയെ? ആ, എന്നോടൊന്നും പറഞ്ഞില്ല. നീ എവിടെ, നിന്നെ കാണാൻ തോന്നണെന്ന് പറഞ്ഞു. അയ്യോ, ഫോണിന്റെ വല്ല സംശയം ചോദിക്കാനായിട്ട്. ഫ്രണ്ട് ക്യാമറയുടെ കാര്യമൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു. ഇങ്ങനൊക്കെ എന്റെ അത് പറഞ്ഞായിരുന്നു നേരത്തെ വരുമ്പോ പറഞ്ഞായിരുന്നു. ആ എന്താണ് എന്ത് വിളിക്കാൻ? എന്തിനു വിളിച്ചെന്നാ? മക്കൾക്ക് ആർക്ക്? എന്റെ കൊച്ചിന്. എനിക്കോ? ആ മുത്തിന് കൊടുത്തോ? ആ ശബടി എന്ത് എടുക്കാണോ? ഓ, എന്നിട്ട് പിന്നെ ഞാൻ വന്ന് ചോദിച്ചപ്പോ അത് ഈ ഫോൺ എനിക്കുള്ളത്, അത് ഞാൻ ആർക്കും തരത്തില്ലെന്നൊക്കെ പറഞ്ഞത്. ആ എനിക്ക് അപ്പൊ അങ്ങനെ പറയണമെന്ന് തോന്നി. ഇപ്പൊ ഇങ്ങനെ പറയണമെന്ന് തോന്നി. അല്ലേ, എനിക്ക് എന്റെ കൊച്ചിനെ കൊല്ലം കൊടുക്കണമെങ്കിൽ നിന്റെ ശുപാർശ വല്ലതും വേണം. അല്ല, മാമിന് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇത് ഞാൻ അങ്ങനെ തീരുമാനിച്ചു. പക്ഷെ അവന് നിർബന്ധമായിട്ടും അത് മതി 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 എന്ന് പറയുന്നത്. പിന്നെ എന്തിനാ കൊടുക്കുന്നത്? ആ പിള്ളേരെടുത്ത് നശിപ്പിച്ച് കളയും, ഇല്ലാതാക്കി കളയും. അപ്പോൾ പിന്നെ എൻ്റെ കൊച്ചിന് കേട്ടെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ മക്കൾ പോയപ്പോഴേ, പഠിക്കാൻ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഒരു നല്ല സമ്മാനം തരണമെന്ന്. അമ്മയ്ക്ക് വേണ്ടേ? വേണ്ട മക്കളെ. അല്ല, മക്കൾ വലിയ വലിയ സന്തോഷമായില്ലേ? താങ്ക് യു. താങ്ക് യു.